പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ ആമീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയായ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു 3 മിനിറ്റ് ടോപ്പിക്കുമായിട്ടാണ്. അതിൻ്റെ വിഷയം നാം ഒരു യാത്രയിലാണ് എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതം ഒരു യാത്രയിലാണ്. ആ യാത്ര എപ്പോൾ അവസാനിക്കുമെന്നോ ഓരോരുത്തരും യാത്ര എന്ന് തുടങ്ങുമെന്നോ ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. നമ്മളെ അള്ളാഹു ഈ ലോകത്തേക്ക് ജനിപ്പിച്ച് വിട്ടു. അന്നു മുതൽ നമ്മൾ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്താണ് നല്ലത്, ഈ യാത്ര അവസാനിക്കുമ്പോൾ നിനക്ക് ഏറ്റവും നല്ല മാർഗത്തിലൂടെ അള്ളാഹുവിനെ കാണാൻ എന്താണ്, എല്ലാതും കാര്യങ്ങളും അള്ളാഹു റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന സൂറത്തുൽ ആൽ ഇംറാനിൽ കാണാം. എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതിലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, ഈ ലോകം ഒരു ഇത് മാത്രമാണ്, നമ്മളൊരു വഞ്ചനയുടെ ലോകം മാത്രമാണ്. അത് മറികടന്ന് ജീവിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങൾ ഈ ലോകത്ത് ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. ഒരു വഴിയാത്രക്കാരൻ ഒരിക്കലും ഒരു സ്ഥലത്ത് തമ്പടിച്ചു കൂടുകയില്ല. ജസ്റ്റ് കുറച്ച് സമയത്തിന് മാത്രം അവൻ്റെ യാത്ര അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വരെയുള്ള ഒരു ചെറിയ ഒരു സൗകര്യം മാത്രമേ നിൽക്കുള്ളൂ. അവൻ സ്ഥിരതാമസക്കാരനല്ല എന്നുള്ളത് അവനക്ക് ഉറപ്പാണ്. അതുപോലെ നമ്മൾ ഈ ലോകത്ത് സ്ഥിരതാമസക്കാരനല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു പോവുക. ഈ ലോകം നശ്വരമാണ്. വഞ്ചനയുടെ ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കണം ഏതാണ് ഹൈർ, ഏതാണ് ഷെയർ. അതിലൂടെ ഒരു വീഴ്ചയും വരുത്താതെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ നബി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് നമസ്കാരമായാലും നോമ്പായാലും നിർബന്ധ കാര്യങ്ങളും സുന്നത്ത് കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മുടെ നാഥനെ നാളെ കാണുമ്പോൾ എന്തെല്ലാം നമസ്കാരം നോമ്പ് മാത്രം ചെയ്തല്ല, നമ്മുടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന നബിയുടെ അള്ളാഹു നമ്മൾ എത്തിത്തന്ന തൗഹീദ് എന്ന മാർഗം നമുക്ക് പരമാവധി നമ്മുടെ നാട്ടിലും നമുക്ക് കഴിയുന്നവരെ തെറ്റ് കണ്ടാൽ അതിലെ തെറ്റിനെ തിരുത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ വഞ്ചനയുടെ ലോകത്ത് എല്ലാ തിന്മയെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം നേടാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.